എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എന്നെത്തുമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. നമുക്ക് ആദ്യത്തെ ഫയലായിട്ടുള്ള റോസാ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് റോസാ പുഷ്പമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി വരാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് പോകാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഇല്ല. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് സ്വയമേവ ഇല്ലതാനും. കാരണം വലിയ തരത്തിലുള്ള ഭീഷണികൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ചുറ്റും ഭാഗത്തു നിന്ന് നേരിടുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായും നിഷ്കളങ്കമായും ഇഷ്ടപ്പെടുമ്പോഴും പുറത്തു നിന്നുള്ള പിന്തുണകളോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നേരെ മറിച്ച് ശക്തമായ എതിർപ്പുകളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. ആ എതിർപ്പുകൾ നിങ്ങളെ ചുറ്റും നിന്ന് വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ എതിർപ്പുകളുള്ളത് കൊണ്ട് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പരസ്പര സ്നേഹം വളരെ ദൃഢമാണ്. അത് ഏറ്റവും ഉദാത്തവും ഉത്തമവുമായതാണ്. കാരണം ആർക്കും തകർക്കാനും കഴിയാത്തതാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ട്. വളരെ ശക്തമായ ഒരു വേലിക്കെട്ട് അല്ലെങ്കിൽ ശക്തമായ കരങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിടേണ്ടി വരും. അത്രത്തോളം ശക്തമായ രീതിയിലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരുമിക്കാനുള്ള നിങ്ങളുടെ ഇഷ്ടത്തെ തകർക്കുന്നതായിട്ട് വരുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തിയെ ലഭിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊട്ടും ആത്മവിശ്വാസം ഇല്ലാത്തതായിട്ട് പല ഘട്ടങ്ങളിലും കാണുന്നുണ്ട്. ബന്ധം ദൃഢമാകുമ്പോഴും നിങ്ങൾക്കത് കൃത്യമായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് അവശേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസ കുറവുണ്ടാകാൻ കാരണം ചുറ്റും നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ്. ആ സപ്പോർട്ട് ബോധപൂർവം പലരും നിങ്ങൾക്ക് വേണ്ടി ഇല്ലാതെയാക്കുകയാണ്. നിങ്ങൾക്ക് നൽകാതെയാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ആ വ്യക്തിയെ അവർക്കാർക്കെങ്കിലുമോ നേടുവാനായിട്ടുള്ള ആഗ്രഹമോ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു നിഷ്കളങ്ക സ്നേഹമായതുകൊണ്ട്, നിഷ്കളങ്കമായ ഇഷ്ടമായതുകൊണ്ടും തന്നെ നിങ്ങൾക്കത് വല്ലാത്ത ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നുണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശവും. എങ്ങനെയെങ്കിലും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കി അവർ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം പോലും സമാധാനമായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ ഒരിക്കലും അവർ വിജയിക്കാൻ പോകുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്നേഹത്തിലുള്ള ആ ദൃഢത, നിങ്ങളുടെ സ്നേഹത്തിലുള്ള ആ ശക്തി, അത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ശക്തമായിട്ട് നിങ്ങൾ ഒരുമിക്കും. കാരണം ഏറ്റവും ഉദാത്തമായൊരു ഇഷ്ടമാണ്, സ്നേഹമാണ്, പരസ്പര ഇഷ്ടം നിങ്ങൾ തമ്മിലുണ്ട്. ആ വ്യക്തിയും നിങ്ങൾ തമ്മിൽ ഒരുമിക്കും. നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തും, തീർച്ചയാണ്. ആളുകൾ കൂടുതൽ നിങ്ങളെ എതിർക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ശക്തി വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ആ ഇഷ്ടത്തിൻ്റെ അളവും തോതും വർദ്ധിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. അടുത്തതായിട്ട് കുതിര അല്ലെങ്കിൽ യൂണിക്കോൺ ഫയലായിട്ട് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. വളരെ സാങ്കല്പികമായ അല്ലെങ്കിൽ സ്വന്തം സങ്കല്പങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെന്ന് പറയേണ്ടി വരും. ഒരു കാൽപ്പനികമായ ലോകത്ത് ആണ് നിങ്ങൾ പലപ്പോഴും ജീവിക്കുന്നത്. ആ വ്യക്തിക്കും നിങ്ങളും തമ്മിൽ ഇഷ്ടപ്പെടുവാനോ ഒരുമിക്കുന്നതിനോ ഒരു ചാൻസും ഒരു സാധ്യതയും ഒരു അടുക്കാനുള്ള ഒരു ചാൻസും ഇല്ലാത്തപ്പോഴും അസാധ്യമായത് നടക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് നിങ്ങളുള്ളത്. സത്യത്തിൽ ആരും വിശ്വസിക്കുന്നില്ല. ഒരു ആൾ അറിഞ്ഞാൽ തന്നെ അത്ഭുതമാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുമോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കുമോ
എന്നുള്ളത് തോന്നുന്നു. കാരണം സാമ്പത്തികമായിട്ടോ മറ്റൊരു സാമൂഹിക തലത്തിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിലോ ഒക്കെ വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. ഒരിക്കലും ഇപ്പോൾ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടും വൈരുദ്ധ്യങ്ങളുണ്ടാകാം. ആ വൈരുദ്ധ്യങ്ങളുടെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ആരും ഉത്തരം നൽകില്ല. മാത്രമല്ല ആരും വിശ്വസിക്കുന്നില്ല. കാരണം അത് അസാധ്യമാണ്. ഈ കൂടിച്ചേരൽ, ഈ ഒരുമിക്കൽ അസാധ്യമാണെന്ന് വിശ്വസിച്ച് ഇരിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഇപ്പം നിങ്ങൾക്ക് തന്നെയും അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തി ഇങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വീകരിക്കാൻ സാധിക്കുകയോ ചെയ്യില്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരാൻ സാധിക്കും. പക്ഷേ അസാധ്യമായതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും സാധ്യതയില്ലാത്ത ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈശ്വരൻ്റെ ദിവ്യമായ അനുഗ്രഹവും നിങ്ങളുടെ സങ്കല്പങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവൻ യാഥാർത്ഥ്യമാക്കി കിട്ടുന്ന ഒരവസ്ഥയിലേക്കെത്തും. സത്യത്തിൽ സ്വപ്നം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. യാഥാർത്ഥ്യത്തിൻ്റെ തലത്തിൽ അതെത്തരത്തിൽ യാഥാർത്ഥ്യമാകും എന്നുള്ളതിന് ഒരടിസ്ഥാനവുമില്ല. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു. ഒരു സാധ്യതയുമില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജിയോട് നിങ്ങൾ അകമഴിഞ്ഞ് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തിയിൽ നിന്നും, ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഒരു ആഗ്രഹം ഉണ്ടാകുകയും നിങ്ങളിലേക്ക് എത്താൻ ആ വ്യക്തി പെട്ടെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് പോലും അത്ഭുതമാകും അങ്ങനെ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റങ്ങൾ വരുമ്പോൾ. അതത്ര സ്വപ്നതുല്യമായിട്ടുള്ളൊരു ബന്ധം. നിങ്ങൾ തന്നെ അത്ഭുതം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായി പോകും. ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ ഒരാത്മാർത്ഥമായ ഭാവം, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ അകമഴിഞ്ഞ് മനസ്സ് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, ആരും വിശ്വസിക്കാത്തൊരു സമയത്ത്, ലോകത്ത് ആരും ഇങ്ങനെ ഒരു ബന്ധം വിജയിക്കും, നിങ്ങൾക്ക് ആ വ്യക്തിയെ നേടാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും എന്നതിനെക്കുറിച്ചൊരു പ്രതീക്ഷയും വിശ്വാസവും ഇല്ലാത്ത സമയത്ത് ഒരുപാട് പേര് എതിർക്കാനുണ്ടായിരുന്നു. പക്ഷേ എതിർക്കുന്നവർക്കും ഇതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്നുള്ള ലാഘവ ബുദ്ധിയോടെ ആയിരിക്കും പക്ഷെ അവരെടുത്തത്. ആ ലാഘവ ബുദ്ധിയെയും അവരുടെയൊക്കെ ഉറപ്പും പ്രതീക്ഷയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിൽ കരുതിയ ആ ഇഷ്ടം, ആ സ്വപ്നം തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാകുന്ന ഒന്നായി മാറും. ഒരു നടക്കാൻ സാധ്യതയില്ലാത്ത വെറും കാൽപ്പനികമായൊരു സ്വപ്നം എന്ന് മാത്രം വിശേഷിപ്പിച്ചത്, അങ്ങനെ ആളുകൾ കണ്ടത് യാഥാർത്ഥ്യമാകുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളെ അതിന് പ്രാപ്തയാക്കും. ആ വ്യക്തി നിങ്ങളിലേക്ക് അടുത്ത് വരികയും ചെയ്യും. അത് അനുഭവം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അഗമമായ നിങ്ങളുടെ പ്രാർത്ഥന, സംശയത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കത് നേടാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.